പാലക്കാട് പരിയമ്പാടത്ത് റോഡ് വീണ്ടും പരിക്കനാകുമെന്നും റോഡിന് നടുവിൽ സിമന്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി. അതേസമയം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിയമ്പാടത്ത് സുരക്ഷാ പരിശോധന നടത്തി. 4 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ അപകട സ്ഥലത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. റോഡിന്റെ നടുവിൽ താൽക്കാലിക സിമന്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കാനും റോഡ് വീണ്ടും പരുക്കനാക്കാനും മണ്ണാർക്കാട് നിന്നും പാലക്കാട് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇടതുവശത്തെ ഓട്ടോ സ്റ്റാൻഡും പാർക്കിംഗും മാറ്റാനുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. പനയമ്പാടത്തെത്തിയ മന്ത്രി നാട്ടുകാരുടെ പരാതികൾ കേട്ട ശേഷം അപകടക്കെണി മനസ്സിലാക്കാൻ ഔദ്യോഗിക വാഹനം സ്വയം ഓടിച്ചു നോക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. റോഡ് നവീകരണം നടത്താൻ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ സിമന്റ് കൊണ്ടുള്ള ഡിവൈഡർ എത്തിച്ച് വയ്ക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും തൽക്കാലം. കാരണം ഈ ഞാൻ പറഞ്ഞ മാർക്കിംഗ് ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് റൈറ്റ് ട്രാക്കിന്റെ മാർക്കിംഗ്, ഈ സൈഡിൽ ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ട്രാക്കേ ഉള്ളൂ. നമ്മൾ ഇവിടെ നടിയതാണ് വൈറ്റ് ലൈൻ. ഇവിടുന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നോക്കി ഒരു വണ്ടിക്ക് ജസ്റ്റ് ഈ പോലീസ് വാനിയോട് നീക്കിയിട്ടാൽ അതിന് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ മറുവശത്തെ സ്ഥലമുണ്ട്. പക്ഷെ മറുവശത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ കയറി വരികയാണ്, വണ്ടി റൈറ്റിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവരെ നോക്കുമ്പോൾ സെൻട്രൽ ലൈൻ കറക്റ്റാണ്. പക്ഷേ സെൻട്രൽ ലൈൻ മാറിപ്പോയി എന്നുള്ളത്, ഇട്ടപ്പം മാറിപ്പോയി എന്നുള്ളതാണ്. അത് അളവ് കറക്റ്റല്ല. പിന്നെ ഈ വെള്ളം കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഇങ്ങോട്ട് വലിഞ്ഞ് വണ്ടി കയറാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഡ്രൈവർ. റെക്കമെൻഡേഷൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇന്ന് ഇവിടെ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എമർജൻസി ആയിട്ട് ഇപ്പോൾ ഞാൻ പോലീസിനോട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് ഹൈവേയായി ബന്ധപ്പെട്ടിട്ട് സിമന്റ് ഡിവൈഡർ ഇവിടെ താഴെ വയ്ക്കുകയും ആ ബേക്കറിയുടെ മുകളിലോട്ടുള്ള ഭാഗത്തെ ആ ഇടതുവശം ഇവിടുന്ന് റൈറ്റ് സൈഡ് അത് ഇപ്പുറ സൈഡിലേക്ക് ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഇപ്പുറ സൈഡിലേക്ക് മാറ്റും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപകടത്തിന് സാധ്യതയില്ല. അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് അപകടത്തിന് കൂടുതൽ സാധ്യത. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിച്ചു. കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പരിശോധനയും പനയമ്പാടത്ത് നടന്നു. ജില്ലാ പോലീസ് മേധാവി, RTO, PWD ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. സംഘം റിപ്പോർട്ട് ഉടൻ കൈമാറും. ഇതിൽ അടുത്ത ദിവസം തന്നെ റിവ്യൂ മീറ്റിംഗ് ചേർന്ന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളാനാണ് തീരുമാനം. ജനം, പാലക്കാട്.